ഞാൻ കരയണ എന്റെ കണ്ണീരും എന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. അല്ല ഇപ്പം പ്രൂവ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമയുണ്ട്. അതിന് ചീത്തവിളി എന്ന് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാത്തൊരു അവസ്ഥയിലെത്തിയിട്ടില്ലേ? അങ്ങനല്ല. അത് അപ്പൊ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ലക്കി ഡ്രോ തട്ടിപ്പ് കുഞ്ഞാനും കുടുംബവും കുടുംബത്തോടെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവരായി ഇനി ആരും തന്നെ ഉണ്ടാവില്ല. കാരണം സംഭവം അത്രയും വൈറലായി കഴിഞ്ഞു അല്ലെ. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലക്കി ഡ്രോ 1000 രൂപ വെച്ച് കൂപ്പണുകൾ വിതരണം ചെയ്തു. അങ്ങനെ നറുക്കെടുപ്പ് വന്ന സമയത്ത് കുഞ്ഞാൻ തന്നെ മുൻകൈ എടുത്ത് നറുക്കെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചു. 1ാം സമ്മാനമായിട്ടുള്ള വീട് ആ വീട് വിൽക്കുന്ന ആളുടെ തന്നെ മകന്റെ സുഹൃത്തിനടിച്ച്. 2ാം സമ്മാനമായിട്ടുള്ള ജിമ്മി കാറോ സംഘാടകന്റെ അളിയനും അടിച്ച്. 3ാം സമ്മാനം സംഘാടകന്റെ സുഹൃത്തിനും. എന്തായാലും ഇവരുടെ ഉടായ്പ് ലൈവിലൂടെ തന്നെ ജനം പിടിച്ചതോടെ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുഞ്ഞാൻ പാണ്ടിക്കാട് എയറിലാണ് അല്ലെ. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ വിവി ഹിയർ എന്ന് പറഞ്ഞൊരു യൂട്യൂബറും ബിച്ചു സ്റ്റോക്ക് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറും കൂടി കുഞ്ഞാൻ പാണ്ടിക്കാടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഭാര്യ അടക്കം അവരോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടോക്കാം. ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീടിട്ടുണ്ട്. കാരണം അത്രയും നമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റ അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കുന്നു. എന്തിന്? ശരിക്കും നറുക്കെടുപ്പ് നടത്തി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയതിന് നിങ്ങൾക്കെതിരാണ് കേസ് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഒന്നുമില്ല അല്ലെ. പറഞ്ഞവർക്കായി കുറ്റം. ഇവിടെ ആരും കുഞ്ഞാൻ പാണ്ടിക്കാടിനെയും കുടുംബത്തിനെയും 2 തെറി പറയാന്ന് വിചാരിച്ചിട്ടൊന്നും ഇവിടെ വന്നിരുന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നവരുണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ കുഞ്ഞാൻ പാണ്ടിക്കാട് കാണിച്ച ഉടായ്പ കൊണ്ട് തന്നെയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് വിമർശിക്കപ്പെട്ടത്. അതിന് പറയുന്നവരുടെ പായ പൊത്തിപ്പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇങ്ങനെ വർത്താനം കേട്ടാൽ തോന്നുന്നു ഇവിടുത്തെ ജനങ്ങളെല്ലാരും കൂടി പൂതിക്ക് കുഞ്ഞാൻ പാണ്ടിക്കാടിനെ വന്ന് തെറി വിളിക്കുകയാണെന്ന്. അമ്മാതിരി ചെയ്തല് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് അവസാനം എയറിലായിട്ട് പറഞ്ഞ വർത്താനം നോക്കി നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവാന്നൊക്കെ. എന്താ ഞാനിതിനൊക്കെ പറയാ? ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ 5 മാസമായി ഇപ്പൊ ഈ നറുക്കെടുപ്പിന്റെ പിന്നാലായിട്ട്. അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ്. പിന്നെ നമ്മളോട് പിന്നെ ഡേറ്റ് ഇനി മാറ്റാൻ പറ്റൂല, ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ്, ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത്. ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ്. മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറും. പക്ഷെ അതൊന്നും പറ്റൂല. ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നറുക്കെടുക്കും. എനിക്ക് നാട്ടുകാരെ മുന്നിൽ പിന്നെ തലയുയർത്തി നടക്കാനുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു കർക്കശക്കാരനാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പറഞ്ഞു കേട്ടില്ലേ? കൃത്യസമയത്ത് തന്നെ നറുക്കെടുപ്പ് നടത്തണം. കാരണം എനിക്ക് ജനങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നടക്കേണ്ടതാണ്. എന്തൊരു ആത്മാഭിമാനമുള്ള വ്യക്തി അല്ലേ. ഈ ആത്മാഭിമാനമുള്ള വ്യക്തിയാണ് ഇമാതിരി ഉടായ്പിനൊക്കെ കൂട്ടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും ഇനിയിപ്പോ ധൈര്യമായിട്ട് കുഞ്ഞാൻ പാണ്ടിക്കാടിന് നാട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നടക്കാം. പക്ഷെ തലയുയർത്തി നടക്കുമ്പോൾ ഒന്ന് മുണ്ടോണ്ട് തല മറിക്കുന്നത് നന്നായിരിക്കും. കാരണം കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ അടിക്കുന്നു പറഞ്ഞ് കുറച്ച് ടീംസ് നടക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ എങ്ങനെ പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തലയുയർത്തി നടക്കുന്നൊക്കെ നല്ലതാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോ, അവസാനം പറ്റി കഴിഞ്ഞാണെങ്കിൽ മോങ്ങിയിട്ട് കാര്യമില്ല. ബാക്കി കണ്ടോക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കുണ്ടായ 3-4 ഡൗട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷാഫി വയനാടെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്തുനിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 മിനിറ്റ് വീഡിയോ. ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വാല്യൂ ഇല്ല. 30 ലക്ഷം രൂപയുള്ള വീടിന്റെ വില. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു 8329 ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലേ? അപ്പൊ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് അപ്പം എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 83,29,000 രൂപ പിരിവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ജിമ്മിനിയുടെ വിലയും 4 ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 20 ലക്ഷം രൂപ. പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ 50. അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരത്തില്ലേ? എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. മിച്ചം വരത്തില്ലേ? അപ്പം അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇയാളെ കടം വീടിയിട്ടില്ല. അത് ശരി. ഇത്രയും പൈസ പിരിഞ്ഞു കിട്ടിയിട്ടും ഇയാളുടെ കടം വീടില്ലേ? ഇയാളെന്താ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് എങ്ങാനാണ് കടമെടുത്തേക്കുന്നത്? എന്തായാലും കൊള്ളാം. അപ്പൊ ഈ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായിട്ടുള്ള വീട് കിട്ടിയത് ഷാഫി വയനാടിനാണ് അല്ലെ. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സാപ്പി വയനാട്. എന്തായാലും സാപ്പി പറഞ്ഞതനുസരിച്ച് ഈ വീടിനാകെ 30 ലക്ഷം രൂപയെ വില ഉണ്ടാകത്തുള്ളൂ. ഈ നറുക്കെടുപ്പ് നടത്തിയ ആൾക്ക് ആകെയുള്ള ചെലവെന്ന് പറയുന്നത് ഒരു 50 ലക്ഷത്തിന് താഴെ വരത്തുള്ളൂ. ഇവർക്ക് 87 ലക്ഷം രൂപയോളം കൂപ്പൺ വിറ്റ വകയിൽ പിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭീമമായ തുക കയ്യിൽ കിട്ടിയിട്ടു കടം വീടാൻ അത് തികയുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. ബാക്കി പറഞ്ഞാട്ടെ. കടം വീട്ടിയിട്ടില്ല. ഇല്ല, ഇയാളെ കടം വീടിയിട്ടില്ല. കാരണം ഇയാള് 1.5 കോടി ഉറുപ്പിയാണ് ഇയാൾക്ക് കടലുള്ളത്.
1.5 കോടി റുപ്യ എന്തുവാടെ ഇത്? ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് 1.5 കോടി റുപ്യോളം കടം വരിക? ഇയാളെ വല്ല വിസ തട്ടിപ്പ് എങ്ങനെ നടത്തിയിട്ടുണ്ടോ ഇത്രയും ഭീമമായിട്ടുള്ള തുക കടം വരാൻ? കുഞ്ഞാന്റെ വർത്തമാനം കേട്ട് മൂപ്പര് അടിച്ചു വിടുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ഈ നാസർക്ക് കുഞ്ഞാൻ പാണ്ടിക്കാടിനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും എനിക്ക് 1.5 കോടിയോളം കടം ഉണ്ട് എന്നൊക്കെ. എന്തായാലും ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് 1.5 കോടിയോളം രൂപ കടം വരുന്നുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ പേരിൽ ഒരു അന്വേഷണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില് ഞാൻ മാത്രമല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ആരൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയാം. 3-4 പേര് വിഷയം വന്നപ്പോൾ നിങ്ങളുടെ മണ്ടയിലാണ് വന്നത്. ഏറ്റവും മണ്ടത്തിൽ നിങ്ങൾ കാണിച്ചത് ആ ഞെറുക്കെടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവിടെയുള്ള ആരെങ്കിലും പൊന്നാര സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരടിയിൽ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നറുക്കെടുക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചു പറയാം. വായലാ സമയത്ത് നാക്കില്ലായിരുന്നു. ഈ ഫേസ്ബുക്കിൽ കിടന്ന് പുന്നാര പുകിലുകളെ ചങ്കകളെ എന്നൊക്കെ പറയുമ്പോൾ നല്ല നാക്കാണല്ലോ. ഇതിന് മാത്രം എന്തേ നാക്ക് ഇറങ്ങിപ്പോയോ? ഓ സോറി, നല്ല ചോള എണ്ണി വാങ്ങിച്ചതാണല്ലോ, അപ്പൊ അവര് പറയുന്ന പോലെ ചെയ്യണല്ലോ അല്ലെ. അപ്പൊ പിന്നെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി പറഞ്ഞോട്ടെ. അല്ല സൈഡിലോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ ചെയ്യുമ്പോൾ നറുക്കെടുപ്പ് എന്തായാലും നമുക്ക് അറിയാത്തൊരാളാണ് ഞാൻ. അച്ചോടാ പാവം, നറുക്കെടുപ്പ് എന്താണെന്ന് പോലും അറിയാത്തൊരു കുട്ടി. ഇനിയിപ്പോ നറുക്കെടുപ്പ് എന്താണെന്നുള്ളത് കുഞ്ഞാൻ പാണ്ടിക്കാടിന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയേണ്ടി വരും അല്ലെ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഇതിന്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിഞ്ഞോട് പറഞ്ഞു, പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ്, നിങ്ങളല്ല പിന്നെ വേറെ ആരും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം, കാരണം ഞാൻ എടുത്തത് ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങൾ. മോനെ ന്യായീകരണം മറ്റു പീക്ക് അല്ലെ. ഇപ്പോഴും ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്, സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പാവാണ്, എല്ലാരും കൂടി എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മാത്രമാണ്. ശരിയാണ്, കുഞ്ഞാൻ പാണ്ടിക്കാട് അവസാനം പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. ഇവിടുത്തെ ജനങ്ങൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാണ്, അതിലൊന്നും യാതൊരു സംശയവും. പക്ഷെ അങ്ങനെ കാത്തു നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ സ്വയം ഏറി കയറാൻ വേണ്ടി നിന്ന് കൊടുത്ത് നിങ്ങൾ തന്നെയല്ലേ. അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞാൻ പാണ്ടിക്കാടിന് നല്ല പേരൊന്നല്ല ഉള്ളത്. ഈ ഫേസ്ബുക്കിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് കുടുംബവുമായി കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ കാരണം നല്ല ഹെയ്റ്റ് കുഞ്ഞാൻ പാണ്ടിക്കാടിനുണ്ട്. അത് കുഞ്ഞാൻ പാണ്ടിക്കാട് തന്നെ പലപ്പോഴും തുറന്ന് സമ്മതിച്ചതുമാണ്. ആ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ഉടായ്പും കൂടി കാണിക്കുന്ന സമയത്ത് പിന്നെ അത് കണ്ട് ജനം മിണ്ടാതിരിക്കുമെന്ന് കുഞ്ഞാൻ പാണ്ടിക്കാടിന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടി നിൽക്കുന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു, ജനം എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാണെന്ന്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഡയലോഗ് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും പിന്നെയും കുഞ്ഞാൻ പാണ്ടിക്കാട് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞു കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഭാര്യ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഞാനാണ്, വൈഫാണ്. നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ നമ്പറാണ് കാണുന്നത്, സേവ് അല്ല. കുറച്ചു നേരമായിട്ട് ഞങ്ങളെ വോയിസ് കേൾക്കുന്നുണ്ട്. കാരണം ലൗഡ് സ്പീക്കർ, ഞാൻ ഫുഡ് കഴിക്കാൻ ലൗഡ് സ്പീക്കറിലാണ്. പക്ഷെ ഞാൻ എന്താ പറയണത് അറിയോ, നമ്മളെ എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ. കാരണം ജനങ്ങൾ പറയുന്നില്ല. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 5 സെക്കൻഡ് നൃത്തം കാണുമ്പോഴുള്ള തോന്നലാണ്. അതാണ് ജനങ്ങൾക്ക് എന്ത് തോന്നല്? കൺമുന്നിൽ നടക്കുന്ന പോലെ ജനങ്ങൾ അത് കണ്ട് അതിന്റെ ഉടായ്പ മനസ്സിലാക്കിയതാണ്. അതിനി തോന്നലാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരില്ല പെങ്ങളെ. എന്തായാലും ബാക്കി പറ, ന്യായീകരണം കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളെ കണ്ണീര് അങ്ങനെ പോടുണ്ട്. ഞാൻ കരയണ എന്റെ കണ്ണീരും എന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. ആ നറുക്കെടുപ്പിന്റെ സത്യാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ അത് ജനം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും ജനത്തിന് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ജനം മാറി ചിന്തിക്കുമെന്ന് താത്ത ഒരിക്കലും വിചാരിക്കേണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങൾ ന്യായീകരിക്കും തോറും ഏറെ കയറിക്കൊണ്ടേയിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറഞ്ഞാട്ടെ. അല്ല ഇപ്പം പ്രൂവ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പം സോ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമയുണ്ട്. അതിന് ചീത്തവിളി എന്ന് ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥയിലെത്തിയിട്ടില്ലേ? അങ്ങനല്ല, അത് നമ്മൾ വളരെ എവിഡൻസോടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഈ നാസിർ ഖാന്റെ ഉമ്മ ഉണ്ടല്ലോ, 100 ടിക്കറ്റ് എടുത്ത ആളാണ്. നാസിർ ഖാന്റെ ഉമ്മാന്റെ ഫാമിലിയിൽ നിന്ന് 450 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാസിർ ഖാന്റെ ഇതൊക്കെയാണ് പറയേണ്ടത്. ഇല്ലടാ, നാസിർ ഖാന്റെ 80 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണത്, കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക. അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ? ഒന്നും വേണ്ട, നമ്മളെ വണ്ടിയിൽ 5 ടിക്കറ്റ് ഉണ്ട്. കുഞ്ഞാന്റെ ഫ്രണ്ട്സ് എടുത്തതാ, ദുബായിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ്. ഈ 5 ടിക്കറ്റിൽ 1 ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട, എന്റെ അമ്മാന്റെ പേര് എഴുതിയിട്ടിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കുടുംബം മൊത്തം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുടുംബക്കാർക്ക് മാത്രം അങ്ങ് നറുക്കെടുപ്പ് നടത്തിയാൽ പോരായിരുന്നു. എന്തോ ആയിക്കോട്ടെ, ഇവിടെ ആര് നറുക്കെടുപ്പിന് പങ്കെടുത്തു, ആരെത്ര ടിക്കറ്റ് എടുത്തു എന്നതല്ല പ്രശ്നം. ഒരാൾ 100, 200, 300 ടിക്കറ്റ് എടുത്തോട്ടെ. പക്ഷെ നിങ്ങൾ ഈ നറുക്കെടുപ്പിൽ കാണിച്ച സുതാര്യമില്ലായ്മ
അതാണ് ഇവിടുത്തെ പ്രശ്നം. മര്യാദയ്ക്ക് എല്ലാവരും എടുക്കുന്ന പോലെ ഒരു നറുക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും വരില്ലായിരുന്നു. ഇത് നറുക്കെടുക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് 2 എടുക്കുന്നു, താഴോട്ട് കൈയിടുന്നു, അവിടുന്ന് തപ്പി തടയുന്നു, എന്നിട്ട് ഒരു കൂപ്പൺ പൊക്കി കൊണ്ടുവരുന്നു. ഇതൊക്കെ കാണുന്ന ജനം എന്താ മനസ്സിലാക്കുക? എന്റെ അഭിപ്രായത്തിൽ ഇനി നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇവിടെ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ, നറുക്കെടുപ്പ് ഒന്നും കൂടി വെക്കാം. അതിനിപ്പോ എന്തായാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, നിങ്ങൾ അതിന് തയ്യാറാവത്തുമില്ല. അതിന് നിങ്ങൾ എന്ന് തയ്യാറാവുന്നു അന്ന് ഇവിടെ കുഞ്ഞാൻ പാണ്ടിക്കാടും ഈ പറഞ്ഞ നറുക്കെടുപ്പ് നടത്തിയ നാസർ എന്ന് പറഞ്ഞ വ്യക്തിയും നിരപരാധിയാണെന്ന് ജനം വിശ്വസിക്കും. അല്ലാത്തടത്തോളം കാലം നിങ്ങൾ എല്ലാവരും കള്ളന്മാരാണെന്ന് ജനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർക്ക് ഇപ്പോഴും ഇവരുടെ തെറ്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തെറ്റ് മനസ്സിലായിട്ടും ആവാത്ത പോലെ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുകയാണ്. കാരണം താൻ ഈ വിഷയത്തിൽ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് മുന്നിൽ കുഞ്ഞാൻ പാണ്ടിക്കാട് കള്ളനാവല്ലോ. അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അതിനുവേണ്ടി ആഘോരാത്രം പ്രയത്നിക്കുന്നുണ്ട് കുഞ്ഞാൻ പാണ്ടിക്കാട്. പക്ഷെ ഇവിടെ പ്രയത്നിക്കും തോറും കുഞ്ഞാൻ തന്നെ ഇങ്ങനെ എയറിലായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് മറ്റൊരു കോമഡി. എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.